നമസ്കാരം, ഏവർക്കും PSC മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കെമിസ്ട്രിയിൽ നിന്നും മൂലകങ്ങൾ അഥവാ എലമെന്റ്സിനെ കുറിച്ചാണ്. ആദ്യമായി ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും മസ്റ്റായിട്ടും പ്രീവിയസ് ക്വസ്റ്റിനെ കുറിച്ച് അനലൈസ് ചെയ്തിരിക്കണം. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എല്ലാവരും ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് മൂലകങ്ങൾ? മൂലകങ്ങൾ അഥവാ എലമെന്റ്സ് ഒരേതരം ആറ്റമുള്ള ശുദ്ധമായ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ അഥവാ എലമെന്റ്സ്. ഒരേതരം ആറ്റമുള്ള ശുദ്ധമായ പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേരാണ് മൂലകങ്ങൾ അഥവാ ഏതാണ് എലമെന്റ്സ്. മൂലകം എന്ന പദം ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന പദം ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ബോയിലാണ്. 2 പോയിന്റ്സും ഒരിക്കൽ കൂടി. എന്താണ് മൂലകങ്ങൾ? ഒരേതരം ആറ്റമുള്ള ശുദ്ധമായ പദാർത്ഥങ്ങളെ മൂലകങ്ങൾ അഥവാ എലമെന്റ്സ് എന്ന് പറയുന്നു. മൂലകം എന്ന പദം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് റോബർട്ട് ബോയിലാണ്. നെക്സ്റ്റ്, മൂലകങ്ങളെ നമുക്ക് 3ആയി തരംതിരിക്കാം. മൂലകങ്ങളെ എത്രയായി തരംതിരിക്കാം? 3ആയി തരംതിരിക്കാം. അവ ഏതെല്ലാം? ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ. മൂലകങ്ങളെ 3ആയി തരംതിരിക്കാം. അവ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഉപലോഹങ്ങളെന്നും നമുക്ക് തരംതിരിക്കാം. പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ 4 ബ്ലോക്കുകളായി തരംതിരിക്കാം. അവയാണ് S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ 4 ഗ്രൂപ്പുകളായി, 4 ബ്ലോക്കുകളായി തരംതിരിക്കാം. അവയാണ് S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക്. അതിൽ S ബ്ലോക്ക് മീൻസ് S denoted to which word? S denoted to sharp. S നെ സൂചിപ്പിക്കുന്നത് ഷാർപ്പ് എന്ന പദം കൊണ്ടും, then P യെ സൂചിപ്പിക്കുന്നത് പ്രിൻസിപ്പൽ എന്ന പദം കൊണ്ടും, നെക്സ്റ്റ് D യെ സൂചിപ്പിക്കുന്നത് ഡിഫ്യൂസ് എന്ന പദം കൊണ്ടും, നെക്സ്റ്റ് F നെ സൂചിപ്പിക്കുന്നത് ഫണ്ടമെന്റൽ എന്ന പദം കൊണ്ടുമാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളുണ്ട്. അവയാണ് S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, then F ബ്ലോക്ക്. S denoted to sharp, then P denoted to principal, D denoted to diffuse and F is denoted by fundamental. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, പീരിയോഡിക് ടേബിളിൽ ഈ S ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് എലമെന്റ് ആണ് ഹൈഡ്രജൻ, അല്ലെ? ഹൈഡ്രജനും ഹീലിയവും ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പ് എലമെന്റ്സിനെ പറയുന്നതാണ് S ബ്ലോക്ക് എലമെന്റ്സ്. എന്താണ് ആൽക്കലി ഗ്രൂപ്പ്സും ആൽക്കലൈൻ എർത്തും? പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലി ലോഹങ്ങളെന്നും, പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലി ലോഹങ്ങളെന്നും, പീരിയോഡിക് ടേബിളിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നും അറിയപ്പെടുന്നു. അപ്പോ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലി ലോഹങ്ങളെന്നും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇത്രയും ചേരുമ്പോൾ നമ്മുടെ S ബ്ലോക്ക് കംപ്ലീറ്റഡ് ആയി. അപ്പൊ ഇവിടെ പീരീഡ്സ് എന്നൊരു വാക്ക് പറഞ്ഞു. എന്താണ്? പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ നമ്മൾ റോ ആയിട്ടും കോളമായിട്ടുമാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾസ് എലമെന്റ്സിനെ ഇങ്ങനെ റോ ആയിട്ടും ദെൻ എന്താണ് കോളം ആയിട്ടുമാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ റോയെ നമ്മൾ പറയുന്ന പേരാണ് ഏത്? പീരീഡ്സ് എന്നും, താഴോട്ടുള്ള കോളത്തിനെ, കുത്തനെയുള്ള കോളത്തിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പുകൾ എന്നും. പീരിയോഡിക് ടേബിളിൽ റോയും ഉണ്ട്, പിന്നെ എന്താണ് കോളവും ഉണ്ട്. റോയെ നമ്മൾ പീരീഡുകൾ എന്നും, പീരീഡ്സ് എന്നും, ദെൻ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഗ്രൂപ്പ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അപ്പോ ഏത് പറഞ്ഞു? ഇവിടെ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഹൈഡ്രജനും ഹീലിയവും കൂടി ചേരുമ്പോൾ S ബ്ലോക്ക് മൂലകങ്ങൾ കംപ്ലീറ്റഡ് ആയി. നെക്സ്റ്റ്, പീരിയോഡിക് ടേബിളിൽ P ബ്ലോക്ക് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയുള്ള 13ആം ഗ്രൂപ്പ് മുതൽ 18ആം ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് P ബ്ലോക്ക് മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിൽ 13ആം ഗ്രൂപ്പ് മുതൽ 18ആം ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെ ചേർത്ത് ഒരുമിച്ച് പറയുന്ന പേരാണ് P ബ്ലോക്ക് എലമെന്റ്സ്. നെക്സ്റ്റ് പറയാണ് നമ്മൾ D ബ്ലോക്ക് എലമെന്റ്സ്. D ബ്ലോക്ക് എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിളിൽ 2 മുതൽ 13ആം ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെ പറയുന്നതാണ് D ബ്ലോക്ക് മൂലകങ്ങൾ. മാറിപ്പോകരുത്. എസും പിയും നമ്മൾ ഫസ്റ്റും സെക്കൻഡും രണ്ടും കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ്
എന്താണ് ഇതാണെന്നുള്ള ചിന്ത വരരുത്. 2 മുതൽ 13 ആണ് ഡി വരുന്നത്. നമുക്കവിടെ കൺഫ്യൂഷൻ വരരുത്. പി ചോദിക്കുമ്പോൾ ഡി എഴുതരുത്, കൺഫ്യൂഷൻ വരരുത്. പി എന്ന് പറയുമ്പോൾ 13 മുതൽ 18 ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സും കൂടി ചേർത്ത് പി എന്നും, ദെൻ ഡി ആണെങ്കിൽ 2 മുതൽ 13 ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഡി ബ്ലോക്ക് എലമെന്റ്സിന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന എലമെന്റ്സ് ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ്? പീരിയോഡിക് ടേബിളിൽ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന എലമെന്റ്സ് പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പീരിയോഡിക് ടേബിളിൽ നിറമുള്ള എലമെന്റ്സിനെ, നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന എലമെന്റ്സ് ഉൾപ്പെടുന്നത് ഡി ബ്ലോക്കിലെ എലമെന്റ്സുകളാണ്. നെക്സ്റ്റ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നതാണ് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും. ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും കൂടി ഒരുമിച്ച് പറയുന്നതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഒരുമിച്ച് നമ്മൾ പറയുന്നു എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു റെയർ എർത്ത് മൂലകങ്ങൾ. ഏതാണ്? റെയർ എർത്ത് മൂലകങ്ങൾ അഥവാ മെറ്റൽസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞതൊന്നുകൂടി, പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ 4 ഗ്രൂപ്പുകളായി തരംതിരിച്ചു. എസ് ഗ്രൂപ്പ്, എസ് ബ്ലോക്ക്, പിന്നാണ് പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, ദെൻ എഫ് ബ്ലോക്ക്. അതിൽ എസ് എന്ന് പറയുന്ന ബ്ലോക്കിനെ ഡിനോട്ട് ചെയ്യുന്ന വാക്കാണ് ഷാർപ്പ്. നെക്സ്റ്റ് പി എന്ന് പറയുന്ന ബ്ലോക്കിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡ് ആണ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഏതാണ്? ഡി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ആ വേർഡ് എന്ന് പറയുന്നത് ഡിഫ്യൂസ് ആണ്. നെക്സ്റ്റ് ഈസ് എഫ് എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ആണ്. അതിൽ പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്കിൽ വരുന്ന മൂലകങ്ങൾ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുമാണ്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലി ലോഹങ്ങളെന്നും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇവ രണ്ടും കൂടാതെ ഏതൊക്കെ ഉൾപ്പെടുന്നു? ഹൈഡ്രജനും ഹീലിയവും. ഇത്രയും കൂടി ചേർത്ത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് പറഞ്ഞു പി ബ്ലോക്ക് മൂലകങ്ങൾ. അതായത് പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിനെയും കൂടി ചേർത്ത് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ 2 മുതൽ 13ാം ഗ്രൂപ്പ് വരെയുള്ള എല്ലാ എലമെന്റ്സിനെയും കൂടി ചേർത്ത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന എലമെന്റ്സുകളാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. നെക്സ്റ്റ് ഈസ് എഫ് ബ്ലോക്ക് ആണ്. എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളുമാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? റെയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകമാണ് സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഏതാണ്? സിലിക്കണുമാണ്. അങ്ങനെയാണെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന മൂലകമാണ് അസറ്റാറ്റിൻ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഏറ്റവും അപൂർവമായ മൂലകമാണ് അസറ്റാറ്റിൻ. 3 ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ, 2ാമത്തെ മൂലകം ഏതാണ്? സിലിക്കൺ. ഭൂവൽക്കത്തിൽ അപൂർവമായി കാണപ്പെടുന്ന മൂലകമാണ് അസറ്റാറ്റിൻ. നെക്സ്റ്റ് പോയിന്റ്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ, എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന വാക്കിന് അർത്ഥം ഏതാണ്? ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ഞാൻ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന് അർത്ഥം. നെക്സ്റ്റ്, പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകമാണ് ഹീലിയം. ആ പറഞ്ഞ പോയിന്റ്സ് ഒരിക്കൽ കൂടി. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ പ്രത്യേകതയാണ് എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ഞാൻ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകമാണ് ഹീലിയം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദെൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. നെക്സ്റ്റ് ഈസ് കൃത്രിമ മൂലകം. കൃത്രിമ മൂലകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ടെക്നീഷ്യം. കൃത്രിമ മൂലകം എന്നറിയപ്പെടുന്നത് ടെക്നീഷ്യമാണ്. ടെക്നീഷ്യം
ടെക്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ ആണ് 43. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. എന്നാൽ ഭൂവർഗത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. എന്നാൽ ആദ്യത്തെ കൃത്രിമ മൂലകം എന്നറിയപ്പെടുന്നത് ടെക്നീഷ്യം. ടെക്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ 43. നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ദെൻ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏത്? ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ മലയാളം വിദ്യുത് രണത എന്നാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകമാണ് സീസിയം. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലൂറിനും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകം സീസിയവുമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൂലകങ്ങളിൽ നിന്നും PSC സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ബൾബിൽ നിറച്ചിരിക്കുന്ന വാതക മൂലകം ഏത്? ക്വസ്റ്റ്യൻ ഏതാണ്? സാധാരണ ബൾബിൽ നിറച്ചിരിക്കുന്ന വാതക മൂലകം ഏത്? ഉത്തരം ആർഗൺ. സാധാരണ ബൾബിൽ നിറച്ചിരിക്കുന്ന വാതക മൂലകം ഏത്? ഉത്തരം ആർഗൺ. നെക്സ്റ്റ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയും ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. എക്സാമിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ക്വിക്ക് സിൽവറും ലിറ്റിൽ സിൽവറും രണ്ടും സെയിം ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പഠിക്കുക. ഏതൊക്കെയാണ്? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി, ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയും ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനവുമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ആ സാധാരണ ബൾബുകളിൽ നിറച്ചിരിക്കുന്ന വാതക മൂലകമാണ് ആർഗൺ. ദെൻ ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയും നെക്സ്റ്റ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനവുമാണ്. ട്യൂബ് ലൈറ്റിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ് മൂലകമാണ്? ട്യൂബ് ലൈറ്റിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് മോളിബിഡിനം. ഏത്? മോളിബിഡിനം. ഏതാണ്? ട്യൂബ് ലൈറ്റിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് മോളിബിഡിനം. നമുക്കറിയാം ടങ്സ്റ്റൺ ആണ് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ മെറ്റൽ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്യൂബ് ലൈറ്റിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അഥവാ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മോളിബിഡിനം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അറ്റോമിക ഭാരം ഏറ്റവും കൂടിയ മൂലകം ഏത്? അറ്റോമിക ഭാരം ഏറ്റവും കൂടിയ മൂലകമാണ് യുറേനിയം. രണ്ട് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. ട്യൂബ് ലൈറ്റിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് ഏത്? മോളിബിഡിനം. നെക്സ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ അറ്റോമിക ഭാരം ഏറ്റവും കൂടിയ മൂലകമാണ് യുറേനിയം. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏത്? ഉത്തരം വരിക ഏതാണ്? ചെമ്പെന്നാണ്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒരിക്കൽ കൂടി പറയാണ്. സാധാരണ ബൾബിൽ നിറയ്ക്കുന്ന വാതക മൂലകമാണ് ആർഗൺ. നെക്സ്റ്റ് പറഞ്ഞ ക്വിക്ക് സിൽവർ എന്ന് പറയുന്നത് മെർക്കുറിയും ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനവുമാണ്. അടുത്ത് പറഞ്ഞ പോയിന്റ് ട്യൂബ് ലൈറ്റിന്റെ ഫിലമെന്റ് ആയിട്ട് നിർമ്മിക്കുന്നത് മോളിബിഡിനം എന്ന എലമെന്റ് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറ്റോമിക ഭാരം കൂടിയ എലമെന്റ് എന്ന് പറയുന്നത് യുറേനിയമാണ്. അറ്റോമിക ഭാരം കൂടിയ എലമെന്റ് ആണ് യുറേനിയം. നെക്സ്റ്റ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ചെമ്പ്. നെക്സ്റ്റ് നോക്കേണ്ടത് DNA-യിലും RNA-യിലും പൊതുവായി കാണപ്പെടുന്ന ഏതാണ് മൂലകം ഏത്? DNA-യിലും RNA-യിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഏത് അഥവാ എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വരിക ഫോസ്ഫറസ് ആണ്. DNA-യിലും RNA-യിലും പൊതുവായി കാണപ്പെടുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ഈ ഫോസ്ഫറസ് എവിടെയാണ് സൂക്ഷിക്കുക? വെള്ളത്തിലാണ് ഫോസ്ഫറസ് സൂക്ഷിക്കുക. വെളുത്ത ഫോസ്ഫറസ് സൂക്ഷിക്കുന്നത് വെള്ളത്തിലാണ് എന്നാണ്. അപ്പം വെളുത്ത വെള്ളം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞത് DNA-യിലും RNA-യിലും കാണപ്പെടുന്ന പൊതുവായ മൂലകമാണ് ഏതാണ്? ഫോസ്ഫറസ്. ഫോസ്ഫറസ് സൂക്ഷിക്കുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ് ഫോസ്ഫറസ് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് കടൽപ്പായലിൽ കാണപ്പെടുന്ന മൂലകം ഏത്? കടൽപ്പായലിൽ കാണപ്പെടുന്ന മൂലകം ഏത്? അയഡിൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 3 ടേംസ്: ഐസോടോപ്പ്, ഐസോബാർ, ദെൻ ഐസോട്ടോൺസ്. എന്താണ് ഐസോടോപ്പ് എന്നും ഐസോബാർ എന്നും ഐസോട്ടോൺസ് എന്നും എക്സാമിന് സ്ഥിരമായി നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊന്നൊക്കെ പക്ക ഒന്ന് നീറ്റാക്കി വെക്കുക, പഠിച്ച് തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്ന് പറയാണ്? അപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ അത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എന്തായാലും മനസ്സിലാകും. നോക്കൂ, ഇവിടെ ഹൈഡ്രജൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 1H1 എന്ന് എഴുതിയിട്ടുണ്ട്, 1H1. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ നോക്കൂ 1 ഉണ്ട്, പിന്നെ
പിന്നെ H ഉണ്ട് 2 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 1H3. ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന മൂന്നും എന്താണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. അപ്പൊ ഈ എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം എന്താണ് ഇവിടെ ഐസോടോപ്പ് എന്ന് വെച്ചാൽ ഒരേ അറ്റോമിക നമ്പർ, സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ഈസ് നോൺ ആസ് എന്താണ്? ഐസോടോപ്സ്. അപ്പൊ ഇവിടെ ഒരേ അറ്റോമിക് നമ്പർ ആണ് അല്ലെ. നമ്മളൊരു എന്താണ് എഴുതുമ്പോൾ എപ്പോഴും ഒരു എലമെന്റ് എഴുതുമ്പോൾ എന്താണ് ഇവിടെ എഴുതുന്നത്, താഴ്ഭാഗത്ത് എഴുതുന്നത് എന്തായിരിക്കും? അറ്റോമിക നമ്പർ ആണ്. മുകളിൽ എഴുതുന്നതാണ് ഏത്? മാസ് നമ്പർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ 1 ആണ്, ഇവിടെ 1 ആണ്, 1 ആണ്. അപ്പോൾ ഈ ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകളുടെയും ഈ ഭാഗത്തുള്ളതെല്ലാം എന്താണ്? സെയിം ആണ് അല്ലെ. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കുക സെയിം അറ്റോമിക് നമ്പർ, ബട്ട് മുകളിൽ നോക്കൂ 1, 2, 3 ദാറ്റ് ഈസ് ഡിഫറെന്റ് മാസ് നമ്പർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഐസോടോപ്സ്. മുകളിൽ നോക്കൂ 1, 2, 3 ദാറ്റ് ഈസ് ഡിഫറെന്റ് മാസ് നമ്പർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഐസോടോപ്സ്. ഒരേ എന്താണ്? അറ്റോമിക് നമ്പർ എന്താണ്? വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഐസോടോപ്സ്. ഐസോടോപ്സ് ആർ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഇവിടെ പറഞ്ഞ ഈ എക്സാമ്പിളിൽ ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതാണ് ഏതാണ്? ഹൈഡ്രജന്റെ ഫസ്റ്റ് ഐസോടോപ്പ് പ്രോട്ടിയം 1H1 എന്താണ് അറിയപ്പെടുന്നത്? പ്രോട്ടിയം. നെക്സ്റ്റ് ഈസ് 1H2 ആണ് അല്ലെ. 1H2 എന്ന് വെച്ചാൽ അത് ഡ്യൂട്ടീരിയം. നെക്സ്റ്റ് ഈസ് 1H3 ആണ്, അത് ഏതാണ്? ട്രീഷ്യം. അപ്പോൾ ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ദെൻ ട്രീഷ്യം. 1H1 ഈസ് പ്രോട്ടിയം, 1H2 ഈസ് ഡ്യൂട്ടീരിയം, ദെൻ 1H3 ഈസ് ട്രീഷ്യം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് ഐസോബാർ. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്കത് പഠിച്ചു പോകും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എന്താ? ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. നോക്കൂ, ആർഗൺ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ശരി, നോക്കൂ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്ന വാല്യൂസ് സെയിം ആണ് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മുകളിൽ എഴുതുന്ന നമ്പേഴ്സ് എന്താണ്? അത് മാസ് നമ്പർ ആണ്. ഡിനോമിനേറ്റർ അല്ല, ഈ താഴ്ഭാഗത്ത് എഴുതുന്ന നമ്പർ ആണ് ഏത്? അറ്റോമിക നമ്പർ. ഓക്കെ, നേരത്തെ പറഞ്ഞു ഈ മുകളിൽ എഴുതുന്ന നമ്പേഴ്സ് എന്താണ്? അത് മാസ് നമ്പർ ആണ്. ഡിനോമിനേറ്റർ അല്ല, ഈ താഴ്ഭാഗത്ത് എഴുതുന്ന നമ്പർ ആണ് ഏത്? അറ്റോമിക നമ്പർ. ഓക്കെ, ഇതെന്താണ്? അറ്റോമിക നമ്പേഴ്സും ഇതെന്താണ്? മാസ് നമ്പറും. ഇവിടെ നോക്കുമ്പോൾ സെയിം മാസ് നമ്പർ ആണ് അല്ലെ, ബട്ട് ഡിഫറെന്റ് എന്താണ്? അറ്റോമിക് നമ്പർ. നമ്മൾ ഐസോടോപ്പിൽ എന്ത് പറയുന്നു? അതിന്റെ ജസ്റ്റ് അപ്പോസിറ്റ് ആണ് ഐസോബാറിൽ പറയുക. അപ്പോൾ എന്താണ്? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഐസോബാർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും അറിയപ്പെടുന്ന അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ അറിയപ്പെടുന്നതാണ് ഐസോബാർ. അവിടെ പഠിക്കാനായിട്ട് ഒരു ചെറിയൊരു ക്ലൂ പറഞ്ഞുതരാം. ഒരേ മനസ്സുള്ളവരാണ് അല്ലെ. മനസ്സെന്ന് വെച്ചാൽ എന്താണ്? മാസ് എന്ന് നിങ്ങൾ കണക്ട് ചെയ്യുക. ഒരേ മനസ്സ് എന്താണ്? മാസ് എന്ന് നിങ്ങൾ കണക്ട് ചെയ്യുക. ഒരേ മനസ്സുള്ളവർ എവിടെ പോകും? ബാറിൽ പോകുമെന്ന് നമുക്ക് പഠിക്കാം. ഒരേ മനസ്സുള്ളവർ എവിടെ പോകും? ബാറിൽ പോകുമെന്ന് പഠിച്ചാൽ ഇത് ക്ലിയർ ആയി. അപ്പൊ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആണെങ്കിൽ അത് ഐസോടോപ്സും, ഒരേ മാസ് നമ്പറും ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പറും ആണെങ്കിൽ അതെന്തായിരിക്കും? ഐസോബാർ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഐസോട്ടോൺസ്. ഐസോട്ടോൺസിന്റെ കേസിൽ ന്യൂട്രോണിന്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ന്യൂട്രോണിന്റെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഐസോട്ടോൺസ്. ന്യൂട്രോണിന്റെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഐസോട്ടോൺസ്. ഓക്കെ ആണല്ലോ. അതിന് എക്സാമ്പിൾ ആണ് എന്താണ്? സിലിക്കണും ദെൻ ഫോസ്ഫറസും. സിലിക്കണും ഫോസ്ഫറസും അവയുടെ 2 എക്സാമ്പിൾ ആണ്. അപ്പൊ മറന്നു പോകരുത്. ഐസോട്ടോപ്സ് പറഞ്ഞപ്പോൾ ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. പ്രോട്ടിയം ഈസ് 1H1, ഡ്യൂട്ടീരിയം ഈസ് 1H2, then tritium is 1H3. നെക്സ്റ്റ് പറഞ്ഞു ഐസോബാർ. ഐസോബാർ ഈസ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. ഐസോബാർ ഈസ് എന്താണ്? എക്സാമ്പിൾ പറഞ്ഞത് ആർഗണും, പൊട്ടാസ്യം, കാൽഷ്യം. ഇവയുടെ എല്ലാത്തിന്റെയും മാസ് നമ്പർ സെയിം ആയിരിക്കും ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. നെക്സ്റ്റ് പറഞ്ഞു ഐസോട്ടോൺസ് പറഞ്ഞു. ഒരേ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങളാണ് ഏത്? ഐസോട്ടോൺസ്. ദാറ്റ്സ് എക്സാമ്പിൾ ഈസ് സിലിക്കൺ ദെൻ ഫോസ്ഫറസ്.
ഐസോടോപ്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഐസോടോപ്സ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് സോഡിയാണ്. ഐസോടോപ്സ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആര്? ഫ്രെഡറിക് സോദി. ഐസോടോപ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് സോദി. നെക്സ്റ്റ് പറയുന്നത് ആദ്യത്തെ കൃത്രിമ ഐസോടോപ്സ് എന്നറിയപ്പെടുന്നത് ഓക്സിജൻ 17 ആണ്. ആദ്യത്തെ കൃത്രിമ ഐസോടോപ്സ് ആണ് ഓക്സിജൻ 17. പറഞ്ഞ പോയിന്റ്സ് ഒരിക്കൽ കൂടി. ഐസോടോപ്സ് ആദ്യമായി കണ്ടുപിടിച്ചത് ഫ്രെഡറിക് സോദി. നെക്സ്റ്റ് ആദ്യത്തെ കൃത്രിമ ഐസോടോപ്സ് ആണ് ഓക്സിജൻ 17. നെക്സ്റ്റ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഐസോടോപ്സുകൾ ഉള്ളത് ടിന്നിനാണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്സ് ഉള്ളത് ആർക്കാണ്? ടിന്നിനാണ്. ടിന്നിന്റെ ഐസോടോപ്സിന്റെ എണ്ണം 10. എന്നാൽ ഏറ്റവും കുറച്ച് ഐസോടോപ്സ് ഉള്ളത് ആർക്കാണ്? ഹൈഡ്രജൻ ആണ്. ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. എന്താണ് ഐസോടോപ്സ് കണ്ടെത്തിയത്? ഫ്രെഡറിക് സോദിയാണ്. നെക്സ്റ്റ് പറഞ്ഞത് ആദ്യത്തെ കൃത്രിമ ഐസോടോപ്സ് ഓക്സിജൻ 17 ആണ്. നെക്സ്റ്റ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഐസോടോപ്സുകൾ ഉള്ളത് ടിന്നിനാണ്. ടിന്നിന്റെ ഐസോടോപ്സ് 10. ഏറ്റവും കുറവ് ഐസോടോപ്സ് ഉള്ളത് ആർക്കാണ്? ഹൈഡ്രജൻ ആണ് ഏറ്റവും കുറവ് ഐസോടോപ്സ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഐസോടോപ്സിന്റെ കുറച്ച് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് കാർബൺ 14. കാർബൺ 14ന്റെ ഉപയോഗം ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത് കാർബൺ 14 എന്ന ഐസോടോപ്സ് ഉപയോഗിച്ചാണ്. നെക്സ്റ്റ് ഈസ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ഉപയോഗിക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഐസോടോപ്സ് ആണ് കൊബാൾട്ട് 60. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്സ് കാർബൺ 14. ദെൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്സ് കൊബാൾട്ട് 60. നെക്സ്റ്റ് അയഡിൻ 131. അയഡിൻ 131 ഗോയിറ്റർ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞ 3 ഐസോടോപ്സ് ഒരിക്കൽ കൂടി പറയുന്നു. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ. നെക്സ്റ്റ് കൊബാൾട്ട് 60 എന്താണ് പറഞ്ഞത്? ക്യാൻസർ ട്രീറ്റ്മെന്റിനാണ്. നെക്സ്റ്റ് പറഞ്ഞത് അയഡിൻ 131 ഉപയോഗിക്കുന്നു ഗോയിറ്റർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നു ടെക്നീഷ്യം 99. ടെക്നീഷ്യം 99 എന്ന ഐസോടോപ്സ് യൂസ് ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ ചികിത്സയ്ക്കാണ്. ടെക്നീഷ്യം 99ന്റെ യൂസ് ആണ് മസ്തിഷ്ക ചികിത്സ. നെക്സ്റ്റ് പറയുന്നു സ്വർണം 198. സ്വർണം 190, ഗോൾഡ് 198 എന്ന് പറയുന്ന ഐസോടോപ്സിന്റെ യൂസ് ആണ് ലുക്കീമിയ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതൊന്നുകൂടി അയഡിൻ 131 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗോയിറ്റർ ചികിത്സയ്ക്കും. നെക്സ്റ്റ് ടെക്നീഷ്യം 99 മസ്തിഷ്ക ട്രീറ്റ്മെന്റിനും. നെക്സ്റ്റ് പറഞ്ഞു സ്വർണം 198 ഉപയോഗിക്കുന്നത് ലുക്കീമിയ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നു സ്ട്രോൺഷ്യം 89. സ്ട്രോൺഷ്യം 89 യൂസ് ചെയ്യുന്നു ബോൺ ക്യാൻസർ ട്രീറ്റ്മെന്റിനായിട്ട്. സ്ട്രോൺഷ്യം 89 യൂസ് ചെയ്യുന്നു ബോൺ ക്യാൻസർ ട്രീറ്റ്മെന്റിനായിട്ട്. അടുത്ത് പറയുന്നു അയൺ 59. അയൺ 59ന്റെ യൂസ് അനീമിയ ചികിത്സയ്ക്കാണ്. അയൺ 59ന്റെ യൂസ് അനീമിയ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പറയുന്നു ഫോസ്ഫറസ് 32 സ്കിൻ ക്യാൻസറിന് ഉപയോഗിക്കുന്നു. സ്കിൻ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ വന്നാൽ അതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് ഐസോടോപ്സ് ആണ് ഏത്? ഫോസ്ഫറസ് 32. അയൺ 59ന്റെ യൂസ് അനീമിയ ചികിത്സയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നു. ഫോസ്ഫറസ് 32 സ്കിൻ ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് സോഡിയം 24. സോഡിയം 24 എന്ന ഐസോടോപ്സ് ഉപയോഗിക്കുന്നത് ആൻജിയോഗ്രാം ചെയ്യുന്നതിനാണ്. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഐസോടോപ്സ് ആണ് സോഡിയം 24. ഈ പറഞ്ഞ പോയിന്റ്സ് ഐസോടോപ്സിന്റെ ഈ പറഞ്ഞ പോയിന്റ്സ് ഒരിക്കൽ കൂടി. കാർബൺ 14 ഉപയോഗിക്കുന്നു ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ. കൊബാൾട്ട് 60 ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. അയഡിൻ 131 ഗോയിറ്റർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ടെക്നീഷ്യം 99 മസ്തിഷ്ക ചികിത്സയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്വർണം 198 ലുക്കീമിയ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്നു. സ്ട്രോൺഷ്യം 89 ബോൺ ക്യാൻസർ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പറഞ്ഞു അയൺ 59 അനീമിയ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. ഫോസ്ഫറസ് 32 സ്കിൻ ക്യാൻസറിന് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് സോഡിയം ഇത് ഫോസ്ഫറസ് 32 സ്കിൻ ക്യാൻസറിന് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് സോഡിയം 24 സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റിനായിട്ട് യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഐസോടോപ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.